ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമുക്ക് ഓൾറെഡി ഒരു പാർട്ട്ണർ ഉണ്ട്. അറ്റ് ദ സെയിം ടൈം ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള നമ്മുടെ ഒരു ഫ്രണ്ടുമായിട്ട് നമ്മൾ നമ്മുടെ ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നു. അത് മാത്രമല്ല, നമ്മൾ നമ്മുടെ പാർട്ട്ണറിന് കൊടുക്കേണ്ട സെയിം അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടി കൂടുതൽ പ്രയോറിറ്റി നമ്മൾ ഈ ഫ്രണ്ടിന് കൊടുക്കുന്നു. ഇതറിഞ്ഞ നമ്മുടെ പാർട്ട്ണർ ഇനി ആ ഫ്രണ്ടുമായിട്ട് കൂടുതൽ കോണ്ടാക്ട് വേണ്ട, ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ജസ്റ്റ് ലിമിറ്റ് ചെയ്യണമെന്ന് നമ്മളോട് ആവശ്യപ്പെടുന്നു. ആ സമയത്ത് നമ്മൾ നമ്മുടെ പാർട്ട്ണറിനെ ഹൈഡ് ചെയ്ത് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് കണ്ടിന്യൂ ചെയ്യുന്നു. ഇതിലെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഫിസിക്കൽ കണക്ഷൻസ് ഒന്നും വരുന്നില്ല, ജസ്റ്റ് ഇമോഷണൽ കണക്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് തെറ്റാണോ? ഉറപ്പായും ഇതൊരു കൈൻഡ് ഓഫ് ചീറ്റിംഗ് ആണ്. ഇതിന് പറയുന്ന പേരാണ് ഇമോഷണൽ ചീറ്റിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ്. അപ്പൊ ആദ്യം തന്നെ എന്താണ് ഇമോഷണൽ ചീറ്റിംഗ്? അതിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ പാർട്ട്ണർ അല്ലാതെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് പുറത്തുള്ള ഒരാൾ, അത് മേ ബി നിങ്ങളുടെ എക്സ് ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്രണ്ട് ആവാം, അല്ലെങ്കിൽ കസിനോ ആരും ആവാം, അയാളുമായിട്ട് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യുന്നു. നിങ്ങളുടെ സ്ട്രെസ്, നിങ്ങളുടെ ഡ്രീംസ്, നിങ്ങളുടെ പ്രശ്നങ്ങൾ, ഇവൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇടയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ പോലും നിങ്ങൾ ആളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നു. ഇത് മേ ബി നിങ്ങൾ ഈ പ്രശ്നങ്ങളെല്ലാം നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന കാര്യമാവാം. അതിനോടൊപ്പം തന്നെ ഈ ഒരു ഫ്രണ്ടിനോടും നിങ്ങൾ അത് ഡിസ്കസ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഈ പാർട്ട്ണറിനോട് നിങ്ങൾ ഈ കാര്യങ്ങളൊന്നും പറയാതെ ഫ്രണ്ടിനോട് മാത്രം ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു. രണ്ടാണെങ്കിലും ഇതൊരു തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ്. നമ്മൾ ഒരാളോട് നമ്മുടെ ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്ത് പറയുന്നതിലൂടെ അവർക്ക് നമ്മളുമായിട്ടൊരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാവും. ഈ ഇമോഷണൽ ഇന്റിമസിയാണ് പിന്നീട് റൊമാൻറ്റിക് ഇന്റിമസിയിലേക്ക് മാറുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്, നമ്മളൊരു ഇമോഷണൽ ചീറ്റിങ്ങിലേക്ക് പോവുകയാണ് എന്നുള്ളത് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന് ചില ലക്ഷണങ്ങളുണ്ട്, കുറച്ച് സൈൻസ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ 4 സൈനുകളാണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ, നമുക്ക് നമ്മളുടെ ഫ്രണ്ടുമായിട്ടുള്ള ചാറ്റും അതുപോലെ തന്നെ കോൺവെർസേഷൻസ് ഒക്കെ നമ്മുടെ പാർട്ട്ണറുമായിട്ട് നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കും. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സൈന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ അവരുമായിട്ടുള്ള ഒരു കണക്ഷനും അതേപോലെ നമ്മുടെ പാർട്ട്ണറുമായിട്ടുള്ള കണക്ഷനും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കും. അവരോട് എനിക്ക് ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ടല്ലോ, നമ്മുടെ പാർട്ട്ണറിനോട് അങ്ങനെ സംസാരിക്കാൻ പറ്റുന്നില്ലല്ലോ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ കോള് വരുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ഒരു മെസ്സേജ് വരുമ്പോൾ അല്ലെങ്കിൽ അവർ കാണുമ്പോൾ ഈ സമയത്തൊക്കെ നമുക്കൊരു എക്സൈറ്റ്മെന്റ് നമ്മുടെ ഉള്ളിൽ ഫീൽ ചെയ്യാം. ഇനി നാലാമത്തെ കാര്യം പറയുന്നത്, നമുക്ക് അവരോട് ഭയങ്കരമായ ഒരു അടുപ്പം, ഒരു ക്ലോസ് ആയിട്ടുള്ള ഫീല് നമുക്ക് തോന്നാം. ഈ 4 കാര്യങ്ങളാണ് ഇതിന്റെ സയൻസ് എന്ന് പറയുന്നത്. അടുത്തായി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഇമോഷണൽ ചീറ്റിംഗ് സംഭവിക്കാനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺസ് ആണ്. നമ്മളിതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 റീസൺസ് ആണ് വരുന്നത്. അപ്പൊ അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ ഫസ്റ്റത്തെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഇമോഷണൽ നീഡ്സ് മീറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണെന്നുള്ളതാണ്. അതായത് ഇപ്പൊ നമ്മുടെ പാർട്ട്ണറിന് ഒരുപാട് ഇമോഷണൽ നീഡ്സ് ഉണ്ടാവും. അത് പല ആളുകൾക്കും പല രീതിയിൽ ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, ചില ആളുകൾക്ക് ഇപ്പൊ അവരെന്തെങ്കിലുമൊക്കെ ഒരു ഒപ്പീനിയൻ വന്ന് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഒരു പ്ലാൻ വന്ന് പറയുന്ന സമയത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ എൻകറേജ് ചെയ്യുന്ന അതായിരിക്കും ചിലപ്പോൾ അവരുടെ ഇമോഷണൽ നീഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ നല്ലൊരു ഡ്രസ്സ് എടുത്തു, നല്ല രീതിയിൽ ഒരുങ്ങി നമ്മളൊരു ഫോട്ടോ നമ്മുടെ പാർട്ട്ണറിന് അയക്കുന്ന സമയത്ത് ആ പാർട്ട്ണർ നമ്മളോട് അപ്രിഷിയേറ്റ് ചെയ്തിട്ടുള്ള രീതിയിൽ സംസാരിക്കണം. അങ്ങനെ ഒരുപാട് ഇമോഷണൽ നീഡ്സ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ നമ്മുടെ പാർട്ട്ണർ ആ രീതിയിലായിരിക്കില്ല പെരുമാറുന്നുണ്ടാവുക നമ്മുടെ അടുത്ത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് അങ്ങനെ പെരുമാറുന്ന കാണുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് അവരോടത്ത് ഒരു ഇമോഷണൽ കണക്ഷൻ തോന്നാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇതിൽ പാർട്ട്ണറിന്റെ സൈഡിൽ നിന്ന് വരുന്ന മിസ്റ്റേക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഇമോഷണൽ നീഡ്സ് എന്താണെന്ന് നമ്മുടെ പാർട്ട്ണറിന് 6th സെൻസ് ഒന്നും ഇല്ലല്ലോ ഇത് ഊഹിച്ച് മണത്തു അറിയാന്. നമ്മളത് പാർട്ട്ണറിനോട് ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇതൊക്കെയാണ് എൻ്റെ ഇമോഷണൽ നീഡ്സ്, ഇങ്ങനെയൊക്കെയാണ് എനിക്ക് വേണ്ടത് എന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ് വേണ്ടത്. നമ്മുടെ ഈ ഒരു ഇമോഷണൽ കണക്ഷൻ എന്ന് പറയുന്നത് മേ ബി അവര് ഇന്റൻഷനലി ചെയ്യുന്നതൊന്നും ആയിരിക്കില്ല. നമ്മുടെ പാർട്ട്ണറിൻ്റെ അടുത്ത് അത് കിട്ടുന്നില്ല, ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് അത് കിട്ടുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും അങ്ങോട്ടൊരു ചെരിവുണ്ടാവും. അങ്ങനെ വന്നു പോകുന്നതാണ്. ഇനി നമ്മുടെ രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു പാർട്ട്ണർ നമ്മുടെ പാർട്ട്നേഴ്സിന്റെ ഇടയിൽ ഒരു ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് അതിനെ നമ്മൾ സോൾവ് ചെയ്യാൻ നോക്കുമ്പോൾ മേ ബി ഒന്നോ രണ്ടോ തവണയൊക്കെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ആർഗ്യുമെന്റ്സ് ഉണ്ടാവും. ഈ ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇവർക്ക് ഈ സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് അതിനൊരു റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ഇവർ ഈ ഒരു ഫ്രണ്ടിനോട് പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതും ഒരു ഇമോഷണലി കണക്ഷനുള്ള വേറൊരു ഫ്രണ്ടിനെ ഇങ്ങനെ ബാക്കപ്പ് ആയിട്ട് വെക്കുന്നതും. ഇനിയിപ്പോ അങ്ങനെ ഒരു ഇമോഷണൽ ഇതിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും അങ്ങനെ നമ്മളൊരു ഫ്രണ്ടിനോട് പോയിട്ട്
കാര്യങ്ങൾ പറയുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. ഏറ്റവും നല്ലത് നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ പാർട്ട്ണറിനോട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് അങ്ങനെ അപ്പുറത്തെ സൈഡിൽ ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ നമ്മളുടെ പാർട്ട്ണറുമായിട്ട് ഒരു ഇഷ്യൂ ഉണ്ടായാൽ അത് സോൾവ് ചെയ്യാനുള്ള ദിവസങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടാനുള്ള ചാൻസ് ആണുള്ളത്. ഇപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഫ്രണ്ട് ഇല്ല, കാര്യം പറയാൻ നമ്മുടെ പാർട്ട്ണർ മാത്രം ഉള്ളെങ്കിൽ നമ്മൾ അത് 1-2 ദിവസത്തിനുള്ളിൽ പെട്ടെന്ന് സോർട്ട് ഔട്ട് ചെയ്യും. അതല്ല, നമുക്ക് അപ്പുറത്തൊരു ഇമോഷണലി കണക്ട് ആയിട്ടുള്ള വേറൊരാളുണ്ടെങ്കിൽ നമുക്ക് ഇയാളോട് സംസാരിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, അയാളോട് സംസാരിക്കാലോ എന്നുള്ള രീതിയിൽ നമ്മൾ ഇതിങ്ങനെ ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഡിസ്റ്റൻസ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇമോഷണൽ ചീറ്റിംഗ് വേഴ്സസ് ഫ്രണ്ട്ഷിപ്പ് ആണ്. ഇപ്പൊ നമ്മൾ ഇമോഷണൽ ചീറ്റിങ്ങിനെ കുറിച്ചിട്ട് ഒരുപാട് സംസാരിക്കുന്ന സമയത്ത് ഇതിന്റെ ഇടയ്ക്ക് വന്ന് നിൽക്കുന്ന ഒരാളാണ് ഹെൽത്തി ആയിട്ടുള്ള ചില ഫ്രണ്ട്ഷിപ്പുകൾ. അപ്പോൾ മേ ബി നമ്മൾ ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള ആൾക്കാരുമായിട്ട് ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്ഷിപ്പുകൾ ഉണ്ടാവും. അപ്പൊ അത് ഇമോഷണൽ ചീറ്റിംഗ് ആണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ലല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വൺ വരുന്നത്, ഇപ്പൊ നിങ്ങളുടെ പാർട്ട്ണറിന് ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള ഒരു ഫ്രണ്ട് ഉണ്ട്, അല്ലെങ്കിൽ സെയിം ജെൻഡറിലുള്ള ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ ആള് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഫ്രണ്ട് ആണോ എന്നുള്ളത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഈ ഫ്രണ്ട് എന്ന് പറയുന്ന ആള് വീക്ക്ലി വൺസ് നിങ്ങളുടെ പാർട്ട്ണറിനെ കോൺടാക്ട് ചെയ്യുന്ന ഒരാളായിരിക്കും, അല്ലെങ്കിൽ മന്ത്ലി ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ വിളിക്കുന്ന ഒരാളായിരിക്കും. എന്താണെങ്കിലും ഇയാൾ വിളിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇവർ മെസ്സേജ് അയക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇവർ പുറത്ത് എങ്ങോട്ടെങ്കിലും പോകുന്ന സമയത്ത് അവരെ കാണുമ്പോൾ ഇതെല്ലാം നിങ്ങളോട് വന്ന് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടോ നിങ്ങൾ ശ്രദ്ധിക്കാം. ഞാൻ ഇന്നലെ അവളെ കണ്ടിട്ടുണ്ടായിരുന്നു, ഇന്ന കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്, അങ്ങനെ അവര് മെസ്സേജ് അയച്ച കാര്യങ്ങളും അതുപോലെ കോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളോട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ഹെൽത്തി ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറും നിൽക്കുന്ന സമയത്ത് ആ ഒരു വ്യക്തി, ആ ഒരു ഫ്രണ്ട് വരുമ്പോൾ നിങ്ങളുടെ ഗ്രൂപ്പിലേക്കാണ് അവർ വരുന്നത്, അല്ലാതെ നിങ്ങളുടെ ഫ്രണ്ടും അവരും ചേർന്നൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ നോക്കല്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതായത് അവർ പറയുന്ന കാര്യങ്ങളെല്ലാം കോമൺ ആയിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും, നിങ്ങൾക്കും നിങ്ങളുടെ പാർട്ട്ണറിനും മനസ്സിലാവുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും അവർ പറയുന്നത്. അല്ലാതെ ഇങ്ങനെ കോഡ് ഇട്ടിട്ട് നിങ്ങളുടെ പാർട്ട്ണറിനോട് മാത്രം സീക്രട്ട് എന്നുള്ള രീതിയിൽ ഓരോന്ന് സംസാരിക്കുക, അങ്ങനെ ആയിരിക്കില്ല. അങ്ങനത്തെ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ നമുക്ക് 100% അതൊരു ഹെൽത്തി ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് പറയാം. ഇനി നമ്മൾ ഇമോഷണൽ ചീറ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ ഒരു ഇമോഷണൽ ചീറ്റിങ്ങിൽ 100% നടക്കുന്നത് ഹൈഡിങ് ആയിരിക്കും. അതായത് നമ്മുടെ പാർട്ട്ണറിനെ അവർ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നമ്മളോട് അത് പറയില്ല. നമ്മളിൽ നിന്നും അവരുടെ കോൺവെർസേഷൻസും അവരുടെ ടോപ്പിക്സും ഒക്കെ ഹൈഡ് ചെയ്ത് വെക്കാനായിരിക്കും മാക്സിമം നമ്മുടെ പാർട്ട്ണർ നോക്കുക. പിന്നെ അവരുടെ ടോക്ക് എന്ന് പറയുന്നത് ഒരു ബൗണ്ടറി, ഫ്രണ്ട്ഷിപ്പിന്റെ ബൗണ്ടറിന്റെ അപ്പുറത്തേക്കുള്ള സംസാരമായിരിക്കും. അപ്പോൾ എന്താണ് ഈ ഹെൽത്തി ബൗണ്ടറി എന്ന് നമുക്ക് നോക്കാം. ഈ ഹെൽത്തി ബൗണ്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളുടെ പാർട്ട്ണറും അതുപോലെ തന്നെ ഈ പാർട്ട്ണറുടെ ഫ്രണ്ടും സംസാരിക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ അവരുടെ ചാറ്റോ കോളോ അല്ലെങ്കിൽ അവർ തമ്മിൽ ഇരുന്ന് സംസാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ടാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നുറപ്പുള്ള കാര്യങ്ങളെയാണ് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ബൗണ്ടറീസ് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ കൂടെ ഇരിക്കുമ്പോൾ അവർക്ക് രണ്ടുപേർക്കും സംസാരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിൽ ഉണ്ടായിരിക്കുക. അതിൻ്റെ അപ്പുറത്തേക്കുള്ള സംസാരങ്ങൾ അവർക്കിടയിൽ വരുന്നുണ്ടെങ്കിൽ മാത്രമാണ് അവരുടെ കോൺവെർസേഷൻസ് തമ്മിൽ നിന്നും ഹൈഡ് ചെയ്ത് വെക്കുക. അപ്പൊ അതൊരു അൺഹെൽത്തി ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ആണെന്നും അവരുടെ ബൗണ്ടറീസ് ബ്രേക്ക് ചെയ്യുന്നുണ്ടെന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇമ്പാക്ട് ഓൺ ദ റിലേഷൻഷിപ്പ്. അതായത് ഈ ഒരു ഇമോഷണൽ ചീറ്റിങ് ഒരു റിലേഷൻഷിപ്പിനെ എങ്ങനെയാണ് ഇമ്പാക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് വൺ, നമുക്ക് ട്രസ്റ്റ് പോവും. മെയിനായിട്ട് നമ്മുടെ റിലേഷൻഷിപ്പിലുള്ള ട്രസ്റ്റ് പോവും. രണ്ടാമത്തെ കാര്യം, പാർട്ട്നേഴ്സ് തമ്മിലൊരു ഡിസ്റ്റൻസ് വരും, ഒരു സൈലൻസ് അവർക്കിടയിൽ ഉണ്ടാവും. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട്ണറിന് ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടാവും, പിന്നെ ഒരു സെൽഫ് ഡൗട്ട് ഉണ്ടാവും. ഇപ്പൊ ഞാൻ ചെയ്യുന്ന എന്തോ കാര്യം ശരിയല്ല, അല്ലെങ്കിൽ എൻ്റെ ഭാഗത്ത് അവൻ കംഫർട്ടബിൾ അല്ല, ഇങ്ങനത്തെ ഒക്കെ ഒരു തോട്ട് നമ്മുടെ മൈൻഡിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പിന്നെ നമ്മുടെ പാർട്ട്നേഴ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടാവും, അവരെന്നെ റീപ്ലേസ് ചെയ്തു എന്നുള്ളൊരു തോട്ട് വന്നിട്ട് അവർക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങളുടെ റിലേഷൻഷിപ്പ് അൺസ്റ്റേബിൾ ആയി പോകും എന്നുള്ളതാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്, ഒരു ഇമോഷണൽ ചീറ്റിംഗ് ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ സംഭവിച്ചു അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അത് റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് പുറത്ത് വന്ന് നമ്മുടെ റിലേഷൻഷിപ്പിനെ പഴയ പോലെ ആക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഉറപ്പായിട്ടും പറ്റും. അതിനാദ്യം വേണ്ടത് ഹോണസ്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്. നിങ്ങൾക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഇങ്ങനെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, പിന്നെ നിങ്ങളുടെ ഇമോഷണൽ നീഡ്സ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ ഓപ്പൺ ആയിട്ട് അവരുടെ അടുത്ത് പറയുക. നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ അടുത്ത് അവരുടെ ഇമോഷണൽ നീഡ്സ് പറയുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
അതിനെ മാക്സിമം നമുക്ക് പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അതിനെ ചെയ്തു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ രണ്ടുപേരും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടി മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ ട്രസ്റ്റും പഴയ കണക്ഷനും ഒക്കെ നമുക്ക് റീബിൽഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി ഇതൊന്നും ചെയ്തിട്ട് ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കപ്പിൾ കൗൺസിലിങ്ങിന് പോവാവുന്നതാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് വ്യക്തമായി ധാരണയുള്ള ആളുകൾ നിങ്ങളോട് ഇതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് സോൾവ് ചെയ്ത് തരുന്നതായിരിക്കും. ഈ ഇമോഷണൽ ചീറ്റിംഗ് എന്ന് പറയുന്നത് എല്ലാവരും എപ്പോഴും ഇന്റൻഷനലി സംഭവിക്കുന്ന കാര്യമൊന്നും. ഇത് നമ്മളറിയാതെ നമ്മളുടെ ഇമോഷണൽ നീഡ്സ് മീറ്റ് ചെയ്യാതെ വരുമ്പോൾ നമ്മളറിയാതെ ചില ഫ്രണ്ട്സിനോട് നമുക്ക് ആ ഒരു കണക്ഷൻ തോന്നി പോകുന്നതാണ്. ഇതെല്ലാം നമുക്ക് ഓപ്പൺ ആയിട്ടുള്ള ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൂടെ മാറ്റിയെടുക്കാൻ പറ്റുന്നതുമാണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഒപ്പീനിയൻസ് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇറ്റ്സ് മീ റാഷ്ന സൈനിങ് ഓഫ്.